ജീവിതത്തിനുമേൽ ജീവിതം അടക്കിവെച്ച സുഖലോലുപത മഹത്വത്തിന്റെ മാർഗരേഖയാക്കിയ വിഡ്ഢികളെയോർത്ത് താങ്കളിപ്പോൾ ആർത്തിച്ചിരിക്കുകയാവും. ഓ മഴബനി, വളർച്ചയിലേക്ക് ഉയർന്ന താങ്കളുടെ ശബ്ദം കേട്ട് സടകുടഞ്ഞെഴുന്നേറ്റം ആസന്ന ഭാവിയിൽ വീരന്മാരാകേണ്ട താങ്കളുടെ അരുമ മക്കൾ, ഭൂതകാലത്തെ വിമോചകരുടെ നാമധേയങ്ങൾ ഉമർ മുഖ്താർ, സലാഹുദ്ദീൻ അയ്യൂബി. അവർ മാത്രമല്ല, ഉണർവിലേക്കുള്ള വിളിയാളം കേട്ട് മർദ്ദിതരൊക്കെ ഉണർന്നെണീറ്റിട്ടുണ്ട്. ഓ മഴനി, ദുരിതം പേർന്ന ഈ നാടിന്റെ മുക്കുമൂലകളിലൊക്കെയും ഇപ്പോൾ താങ്കളുടെ ശബ്ദം അലയടിക്കുന്നുണ്ട്. സംസാരിച്ചു തുടങ്ങുന്ന നാവുകളിൽ നിന്നും സഹസ്രം നാവുകളിലേക്കത് പടരുകയാണ്. ഓ മഴനി, മക്ബത്തിന്റെ യക്ഷികളെപ്പോലെ ഞാൻ പ്രവചിക്കുന്നില്ല. വൈകാതെ ജനങ്ങളുടെ രാജാവായി താങ്കളെ വാഴിക്കാമെന്ന്. പക്ഷേ താങ്കളുടെ ഉണർത്തുവിളിക്കുത്തരമായി 1000 വിത്തുകൾ മണ്ണിൽ പുതഞ്ഞു കിടപ്പുണ്ട്. നേരമാകുമ്പോൾ അതിന് മുള പൊട്ടുക തന്നെ ചെയ്യും. എന്നിട്ട് തടയപ്പെട്ട മണ്ണും വെണ്ണും തണ്ണീരും വീണ്ടെടുക്കാൻ ഭൂമിയിൽ വേരുറപ്പിച്ച ആകാശത്തേക്ക് 1000 ശാഖകൾ നീട്ടും. ഓ മഴതനി, ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയ താങ്കളുടെ മക്കൾ വരുന്നാളുകളിലെ നീതിയുടെ കാവലാളുകളായിരിക്കും. കൽത്തുറുങ്കിന്റെ കാഠിന്യ വിധിയിലും സഹനത്തിന്റെ കൊടുമുടിയിലേറിയവരെ തേടിയാണ് കിരീടവും സിംഹാസനവും വന്നെത്തിയതെന്ന് കാലം പറയുന്നു. ഷെയ്ഖ് അബ്ദുൽ നാസർ മഅദനി രാപ്പകലുകളിൽ യോഗിയായി അസ്ഥികൾ പൂക്കുന്ന ജയിലറക്കകത്ത് സർവേശ്വര സ്മരണയിൽ ആനന്ദം കണ്ടെത്തിയ വിജിഗീഷ്, കാരാഗൃഹത്തിൽ യൂസഫ് പ്രവാചകനെ അനുസ്മരിപ്പിച്ച് ദൈവപ്രോക്തനങ്ങളിൽ ശക്തി സംഭരിച്ച് കരിങ്കിൽ ഭിത്തികളെപ്പോലും കാരുണ്യപർവമാക്കിയവൻ. ഓ മഅദനി, താങ്കളെയവർ കൽത്തുറുങ്കിലടച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നുവല്ലോ. പേശികൾ തോറും അംഗപ്രത്യംഗം അംശാംശമായി, കോശം കോശമായി. അങ്ങനെ താങ്കളുടെ നാവിനെ നിശബ്ദമാക്കാമെന്നവർ വൃഥാ മോഹിച്ചു. ഒരിക്കലും അവർക്കതിനാവില്ല. ഉണർച്ചയിലേക്കുള്ള കാഹളം ഉയർന്നു കഴിഞ്ഞു. വെള്ളി വെളിച്ചം പരന്നു കഴിഞ്ഞു. ഇനി സൂര്യമുഖം മുറം കൊണ്ട് മറക്കാൻ കഴിയില്ല തന്നെ. ഉരിയാടുന്ന നാവുകളൊക്കെ പിഴുതെറിയാൻ ഫോർസെപ്സുമായി വരേണ്ടിവരും അവർക്ക്. അത്രയേറെ ബഹുജന ശബ്ദമായി ക്ലോൺ ചെയ്തിരിക്കുന്നു താങ്കളുടെ നാവ്. ഷെയ്ഖ് അബ്ദുൽ നാസർ മഅദനി, പ്രിയങ്കരനായ ജനനായക, സഹനമാവുക, സഹനമാവുക. താങ്കളുടെ നീറുന്ന ഉള്ളകങ്ങൾ തണുപ്പിക്കാൻ ദൈവകാരുണ്യത്തിന്റെ കുളിർക്കാറ്റ് വീശുക തന്നെ ചെയ്യും.